ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യസസു ജന്നത്ത്. ഇന്ന് എഗ്ലോണിമയുടെ ഒരു കെയറിങ് വീഡിയോ ആണ്. പല കസ്റ്റമേഴ്സും ചോദിക്കലുണ്ട് അതിൻ്റെ കെയറും പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. അതോടൊപ്പം നമ്മൾ ഇതിൽ കാണിക്കുന്ന ഒരുപാട് പ്ലാന്റ്സുകൾ എഗ്ലോണിമ സെയിലിനുണ്ട്. ചെറിയ റേറ്റിൻ്റെതും വലിയ റേറ്റിൻ്റെതും ഒക്കെ ഉണ്ട്. വെറൈറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്, സൈസിനനുസരിച്ച്. അപ്പോൾ കെയറിങ് എന്താ വെച്ചാൽ നമ്മൾ പ്ലാന്റിന് എപ്പോഴും ചെറിയ പോട്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഫസ്റ്റ് തന്നെ. കാരണം ഇവ ലീഫ് ഭംഗിയാണ് കാണിക്കുന്നത്. നമ്മൾ മറ്റു പ്ലാന്റുകളെ മാതിരി ഫ്ലവറുകളോ കായ്കളോ അങ്ങനെ ഇടുന്ന വലിയ പ്ലാന്റുകളായി പോകുന്നതല്ല. ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ അധികം ഹൈറ്റും ഇതൊന്നും വെക്കില്ല. അപ്പോൾ ഇവർക്ക് കുറച്ച് പോട്ടി മിക്സും വളങ്ങളൊക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ അധികം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് പോട്ടുകളാണ് എടുക്കേണ്ടത്. ചെറിയ പ്ലാന്റുകളാണെങ്കിൽ അതിലും ചെറിയ ഇഞ്ച് പോട്ടുകളാണ് എടുക്കേണ്ടത്. പോട്ടിൻ്റെ അടിവശം ഒരുപാട് ഹോൾ ഉണ്ടാക്കാം. എത്രയും എയർ പാസേജ് ഉണ്ടോ അത്രയും ഇവർക്ക് നല്ലതാണ്. എന്നാലേ അവർക്ക് കൂടുതൽ റൂട്ട് ഹെൽത്തി ആവാനും കൂടുതൽ ഷൂട്ട് ഉണ്ടാവാനും ഒക്കെ നല്ലത് അതായിരിക്കും. പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ ഈ എഗ്ലോണിമ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സുകളാണ്, നമ്മളെ കേരളത്തിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മണ്ണ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റുകൾ അതൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും, ചില പ്ലാന്റ്സിനൊക്കെ ഒരു പക്ഷേ പറ്റും, ചിലതിനൊന്നും പുതിയ വെറൈറ്റീസിനൊന്നും ഇതൊന്നും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് ഉമിയാണ്. അതായത് നമ്മളെ മില്ലിൽ നിന്ന് വാങ്ങുന്ന ഉമിയല്ല, അത് പ്രൊസീജിയർ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ സ്റ്റീംഡ് റൈസ് ഹസ്ക് എന്നിട്ട് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ വാങ്ങിയിട്ട് അതും പിന്നെ കുറച്ച് പെർലൈറ്റും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഒരു വെള്ളമണിയാണ്. പെർലൈറ്റും സാഫും മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയ പോട്ടുകളായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഒരു ഇൻഫെക്ഷനും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വാട്ടറിങ് ആണ്. വാട്ടറിങ് എന്ന് വെച്ചാൽ ഇവർക്ക് തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 3-4 ദിവസം കൂടുമ്പോൾ പോട്ടി മിക്സ് ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ മാത്രം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഉമി ആകുമ്പോൾ നമുക്കറിയാം, നിങ്ങളൊരു പോട്ടിൽ ഉമി നിറച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ ആ ഒരു കപ്പ് വെള്ളവും താഴേക്ക് ഇറങ്ങി വരണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അല്ലാതെ വെള്ളം അവിടെ കെട്ടിക്കിടക്കുമ്പം പല ഫംഗൽ ഇൻഫെക്ഷൻസ്, ചീയൽ, അങ്ങനെ പല രോഗങ്ങളും ഇതിന് വരും. ഉമിയാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വെള്ളം വാർന്നു പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല വെയിലത്തും മഴയത്തും ഒന്നും കൊണ്ടുപോയി വെക്കരുത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കണം. അത് നമ്മളൊരു ഷെയ്ഡ് സ്ഥലങ്ങൾ, അത് വിചാരിച്ച് തീരെ വെളിച്ചം കിട്ടാത്ത സ്ഥലങ്ങളിൽ വെക്കരുത്. നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്, പക്ഷേ നേരിട്ടുള്ള വെയിലത്ത് ആവരുത് എന്നേ ഉള്ളൂ. നല്ല വെളിച്ചം കിട്ടുമ്പോഴാണ് ഇവരുടെ ലീഫിന് ആ ഭംഗി കിട്ടുക. പലതരം വെറൈറ്റി കളേഴ്സാണ്. ആ ലീഫിൻ്റെ ആ കളറ് വരണമെങ്കിൽ അത്യാവശ്യം ഇവർക്ക് നല്ല സൺലൈറ്റ് പ്രകാശം കിട്ടിയിരിക്കണം. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റാണ് കിട്ടേണ്ടത്. നേരിട്ടുള്ള വെയിലത്താവുമ്പോൾ ലീഫൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ചെയ്യാനുള്ളത് വളങ്ങളാണ്. നമ്മൾ എപ്പോഴും ഒരു പ്ലാന്റ് വാങ്ങുമ്പം ഓൺലൈനായിട്ടോ അല്ലാതെ നിങ്ങൾ എവിടുന്ന് വാങ്ങുമ്പോഴും ഫസ്റ്റ് തന്നെ അവർക്ക് എല്ലാ വളങ്ങളും കൊടുത്ത് പോട്ട് ചെയ്യരുത്. നമ്മൾ സാധാരണ നമ്മളെ കാലാവസ്ഥയായിട്ടും അന്തരീക്ഷമൊക്കെ ആയിട്ട് പിടിച്ച് സെറ്റായതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ വളങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സാധാരണ ഏറ്റവും നല്ലത് എഗ്ലോണിമക്ക് 19-19 അതുപോലെ സീവീഡ്, അതൊക്കെ ഞാൻ വളങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ മാസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യുക, ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ചകിരിച്ചോറ്, മണ്ണ് അതൊക്കെ അധികം പ്ലാന്റിന് പിടിക്കാറില്ല. ചിലപ്പം ഡാമേജും കാര്യങ്ങളൊക്കെ വരും. നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ ഏറ്റവും നല്ലത് ഉമിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കെയറിങ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എപ്പോഴും ഇലയുടെ അടിവശമൊക്കെ നോക്കുക, വെള്ളീച്ച, ഇലപ്പേനൊക്കെ വരുന്നോ എന്നുള്ളത്. അങ്ങനെയുള്ള പ്ലാന്റുകൾ കൂട്ടത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിനുള്ള മരുന്നുകൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾ ചെറിയൊരു കെയർ നമ്മൾ കൊടുക്കണം, അവ അടിവശമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ